പ്രജിത, ഈ ട്രംപിന്റെ രണ്ടാം വരവിന് ശേഷം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ട്രംപിനെ കാണാൻ പോയി. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ യുദ്ധവിമാനങ്ങൾ F-35 എന്ന യുദ്ധവിമാനം അതിനെ സംബന്ധിച്ചാണ് നമ്മളിപ്പോ കേട്ടിരിക്കുന്നത്. നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ട്രംപും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ വളരെ മച്ച ബന്ധമാണ് അല്ലെ? ട്രംപ്, അമേരിക്ക, ഇന്ത്യ, നരേന്ദ്രമോദി, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നാലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ ആ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ യുദ്ധവിമാനങ്ങൾ F-35 യുദ്ധവിമാനങ്ങൾ പല രാജ്യങ്ങൾക്കും ഉള്ളത് നമ്മളും ഇന്ത്യയും അത് വാങ്ങാൻ പോകുന്നു എന്ന് പറയുന്നു. എന്തൊക്കെയാണ് അതിനെ സംബന്ധിച്ച് കിട്ടിയിരിക്കുന്നത്? നമ്മൾ കേട്ടറിഞ്ഞതും നമ്മൾ വായിച്ചറിഞ്ഞതും എന്തൊക്കെയാണ് നമുക്ക് അത് പറയാനുള്ളത്? അത് എന്താ പറയാ, നമ്മൾ ആദ്യം ഒരു വാർത്ത ചെയ്തിരുന്നു Su-57 ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നുള്ളത്. പക്ഷെ Su-57 ഒരു പോരായ്മയുണ്ട്. അതൊരു പ്രധാന പോരായ്മ കൂടിയാണ്. അതായത് സ്റ്റെൽത്ത് കപ്പാസിറ്റി അത് കുറവാണ് Su-57. അപ്പൊ അതിലൊരു അമാന്തം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റഷ്യൻ ഉപകരണങ്ങൾ, അത് ഇപ്പോ യുക്രൈൻ റഷ്യ വാറിലും ഇസ്രായേലിന് റഷ്യ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് വെപ്പൺസ് ഒക്കെ, എയർക്രാഫ്റ്റ് ഉൾപ്പെടെയുള്ള. പക്ഷെ അതൊക്കെ ഈ യുദ്ധമുഖങ്ങളിൽ പരീക്ഷിച്ച് ജയിക്കുന്ന സമയത്താണ് നമുക്ക് അതിന്റെ ഒരു കാര്യക്ഷമത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷേ നിർഭാഗ്യകരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിമുടി പാളിപ്പോയി എന്നുള്ളതാണ്. പക്ഷെ റഷ്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് മുൻപിൻ നോക്കാതെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ബന്ധമാണ്, വിശ്വാസ്യതയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു ബന്ധമാണ് റഷ്യയുമായിട്ടുള്ളത്. അതെ, ഈ അമേരിക്കയിൽ നിന്ന് നമ്മൾ ഇത് വാങ്ങുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു ജിയോ പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. അവരുടെ ആ ഒരു അജണ്ടയ്ക്ക് അനുസൃതമായിട്ട് മാത്രമേ അവർ എന്തും ചെയ്യുള്ളൂ. ഇപ്പോ ഇതിനു മുമ്പ് ബൈഡൻ ആയിരുന്ന സമയത്ത് ബൈഡൻ എന്താ പറയാ, പാകിസ്ഥാനോട് കുറച്ചൊരു അനുകൂല നിലപാടുണ്ടായിരുന്നു. പക്ഷെ ട്രംപ് അങ്ങനെയല്ല. ട്രംപിന് ഈ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പൊ പ്രശ്നമുണ്ടല്ലോ. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീവ്രവാദത്തെ തുടച്ചു നിൽക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപിത നയം തന്നെയാണ്. അത് പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം കേൾക്കുന്നത്. അപ്പോ ഈ അമേരിക്കൻ വെപ്പൺസ് എന്ന് പറയുന്നത്, ഈ ലോക പോലീസ് ആയിട്ടുള്ള അമേരിക്കയുടെ വെപ്പൺസ് എന്ന് പറയുന്നതിന് അത്രത്തോളം കൃത്യത കൂടിയുണ്ട്. കൃത്യതയും പ്രവർത്തനക്ഷമതയും ഒക്കെയുണ്ട്. അപ്പൊ ഈ F-35 എന്ന് പറയുന്നതിന് കോസ്റ്റ് കൂടുതലാണ്. പക്ഷെ Su-57 ഈ F-35 അത്ര സ്റ്റെൽത്ത് കപ്പാസിറ്റി ഇല്ല. ഈ സ്റ്റെൽത്ത് കപ്പാസിറ്റിയാണ് ഈ 5ാം തലമുറ യുദ്ധവിമാനമായിട്ടുള്ള F-35 ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത്. അപ്പൊ ഇത് സത്യത്തിൽ ഇവര് നാറ്റോയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്നതാണ്, നാറ്റോ സഖ്യ രാജ്യങ്ങൾക്ക്. അത് നാറ്റോയിൽ പെടാത്ത രാജ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജപ്പാൻ, സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ, സിംഗപ്പൂർ, സ്വിറ്റ്സർലാൻഡ്, ഇവർക്ക് മാത്രമാണ് അമേരിക്ക ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രതിരോധ രംഗത്ത് ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള എന്താ പറയാ സുഖോയ് ഉൾപ്പെടെയുള്ളതൊക്കെ ഉണ്ടെങ്കിലും അതിന്റെയൊക്കെ ഒരു റേഞ്ച് കുറച്ച് താഴെ തന്നെയാണ്. അപ്പോൾ അതിനേക്കാൾ നമ്മൾക്ക് എപ്പോഴും മുന്നേറുകയാണല്ലോ. ആ മുന്നേറുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് F-35 കിട്ടിയാൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പ്രതിരോധ രംഗത്തെ നീക്കം തന്നെയാണ്, മികവ് കൂടിയായിരിക്കും. പക്ഷെ അതെങ്ങനെ കിട്ടണം? അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതായത് ട്രംപ് നമുക്ക് നേരിട്ട് ഓഫർ ചെയ്തതാണ്. ട്രംപ് ഇങ്ങോട്ട് പറഞ്ഞതാണ്, മോദി ഒരിക്കലും അങ്ങോട്ട് ചോദിച്ചതല്ല. അപ്പൊ ട്രംപ് പറയാണ്, ഇന്ത്യക്ക് ഞങ്ങൾ തരും, F-35 നിങ്ങൾ വാങ്ങണം എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് പരിപാലിക്കാൻ അതെ, അതിന് 1 മണിക്കൂർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 45 ലക്ഷത്തിന്റെ മറ്റോ സ്റ്റെൽത്ത് കോട്ടിംഗ് അടിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇതിന്റെ ഒരു ഉപയോഗം, അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഏറ്റവും വലിയ മികവ് എന്നൊക്കെ പറയുന്നത്, ഇപ്പൊ ഇന്ത്യ ഇത് വാങ്ങിയെന്നിരിക്കട്ടെ, ഇന്ത്യ ഇത് വാങ്ങിയിട്ട് പാകിസ്ഥാനിലേക്ക് ഒരു ഇത് തൊടുത്തു വിടുവാണ്, ഇത് പോവാണ്. അവിടെ ചെന്ന് ബോംബിട്ട് തിരിച്ചു വരുന്നത് വരെ ഇതിന് അവരുടെ റഡാറിൽ കാണാനേ പറ്റില്ല. അതായത് റഡാറിൽ കിട്ടില്ല. അപ്പൊ അത്രയേറെ കൃത്യതയുള്ള സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ള സംഭവമാണ് ഈ F-35 എന്ന് പറയുന്ന എയർക്രാഫ്റ്റ്. അതുകൊണ്ട് തന്നെ ഇത് അമേരിക്ക നമുക്ക് തരാമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ചൈനയ്ക്കും പാകിസ്ഥാനും നെഞ്ചിടിപ്പ് കൂടിയിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത് ഒരു 5 പോലും നമ്മുടെ പക്കലേക്ക് എത്തുകയാണെങ്കിൽ അത്രയേറെ മികവ്, അത്രയേറെ ശക്തമാവുകയാണ്. നമ്മുടെ ഇതൊക്കെ ഈ സന്നാഹങ്ങളൊക്കെ പേടിക്കും, അത് ഉറപ്പായിട്ടും. അതെ, അപ്പൊ ഉറപ്പായിട്ടും പാകിസ്ഥാൻ പേടിക്കും, ചൈനയും പേടിക്കും. അപ്പൊ ഇതിന്റെ കയ്യില് പാകിസ്ഥാന്റെ കൈവശമുള്ളത് ആകെ ഒരു F-16 എന്ന് പറയുന്ന അമേരിക്കയുടെ തന്നെ ഒരു എയർക്രാഫ്റ്റ് ആണ്. അത് ബൈഡന്റെ ഭരണകാലത്ത് കൊടുത്തതാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു വന്നത് അതിൽ നിന്ന് മാറിപ്പോയി. അപ്പൊ അതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഈ അമേരിക്ക ഇവർക്കെല്ലാം ഈ പറഞ്ഞ രാജ്യങ്ങൾക്കെല്ലാം തന്നെ F-35 കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിന്റെ എന്താ പറയാ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ട്. അതായത് നമുക്കിത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ എയർക്രാഫ്റ്റിന്റെ സോഴ്സ് കോഡ് എന്ന് പറയും. സോഴ്സ് കോഡ് ഉൾപ്പെടെയുള്ള, അതായത് സോഴ്സ് കോഡ് എന്ന് പറയുന്നത് എയർക്രാഫ്റ്റിന്റെയാണ് പറയുന്നത്. അത് സ്റ്റെൽത്ത്, റഡാർ, അവോണിക്സ്, വെപ്പൺ സിസ്റ്റംസ് എല്ലാത്തിന്റെ തന്നെ ഒരു കീ ഫങ്ഷനിങ് അടങ്ങിയ ഒരു സിസ്റ്റം ആണ്. ഇത് ഉൾപ്പെടുന്നതാണ് ഈ സോഴ്സ് കോഡ്. അപ്പൊ ഇത് നമ്മൾക്ക് കിട്ടണം, പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ ഒരു എന്താ പറയാ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഒക്കെ നടത്തി ഇതിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് ചെയ്യാനും ഒക്കെ ആയിട്ട് പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയാലും ഇതൊരു എന്താ പറയാ ഇത് പ്രവർത്തിപ്പിക്കണമെങ്കിൽ അമേരിക്കയുടെ അനുമതി നമുക്ക് കിട്ടേണ്ടി വരും. അമേരിക്കയുടെ ഒരു അനുമതി ഇല്ലാതെ ഇത് നമുക്ക് എവിടെ നിന്നും പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല. അതായത് റിമോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കക്ക് ഈ സോഴ്സ് കോഡ് കയ്യിലുള്ളിടത്തോളം, അമേരിക്കയുടെ കയ്യിലാണുള്ളത് ഉള്ളത്, നമുക്ക് തരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ പറപ്പിക്കാം. ഇപ്പൊ അതിന് എന്താ പറയാ പാകിസ്ഥാനും അല്ലെങ്കിൽ ഇന്ത്യയും തമ്മിലൊരു യുദ്ധം ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ചൈനയായിട്ടായിക്കോട്ടെ. അപ്പൊ ചൈനയായിട്ട് ഒരു യുദ്ധം വരികയാണെന്നുണ്ടെങ്കിൽ ചൈനയ്ക്ക് അമേരിക്കയിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. അവരുടെ അതായത് ഏറ്റവും ലാർജസ്റ്റ് എക്കോണമീസ് ആണല്ലോ ഈ രണ്ടുപേരും. അപ്പൊ രണ്ടുപേരുടെ ആളുകൾ രണ്ട് രാജ്യങ്ങളിലും നിക്ഷേപങ്ങളും നടത്തുന്നുണ്ട്. അത് ആ ഒരു ബന്ധം മുതലെടുത്ത് തന്നെ ചൈന പറയുകയാണ്, അമേരിക്കയോട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ നിന്ന് പ്രവർത്തിപ്പിക്കുന്നതിന് തടസ്സമുണ്ടാകും. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ F-35 ഒരു ആവശ്യത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയാതെ വരും. അത്ര കണ്ട് നമ്മൾ വിശ്വസിക്കുന്ന അമേരിക്ക നമ്മൾ അങ്ങനെ അത് ട്രംപ് ഇരിക്കുന്നിടത്തോളം ഇത് ഉണ്ടാവില്ല എന്ന് വയ്ക്കാം. പക്ഷെ ട്രംപിന് ശേഷം എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അതാണ് പറഞ്ഞത് ഈ സോഴ്സ് കോഡ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നമുക്ക് തരണം. ഇസ്രായേലിന് ഈ F-35 കൊടുത്തിട്ടുണ്ട്, അതിന് സോഴ്സ് കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സോഴ്സ് കോഡ് ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും എന്താ പറയാ അതിന്റെ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടെക്നോളജി ഒക്കെ ഇന്ത്യക്ക് കൈമാറുന്നത്. അപ്പൊ ഈ US-ന്റെ അനുവാദമില്ലാതെ നമുക്ക് ഇതിൽ ഒരു അപ്ഗ്രഡേഷനും ചെയ്യാൻ കഴിയില്ല. അതായത് ഇപ്പോ ഇതിന്റെ ഒരു വെപ്പൺ പരിമിതി ഉയർത്തണമെന്നുണ്ടെങ്കിലോ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള സോഫ്റ്റ്വെയറിന്റെ അപ്ഗ്രഡേഷനോ ഒന്നും തന്നെ ഇതിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഈ സോഴ്സ് കോഡ് ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതെല്ലാം തന്നെ ചെയ്യാൻ കഴിയും. ഇസ്രായേലിനാണ് പറഞ്ഞു വന്നത്, ഇസ്രായേലിന് ഇത്തരത്തിലുള്ള സോഴ്സ് കോഡ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായും കിട്ടിയോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് അമേരിക്ക കൊടുത്തിട്ടുമില്ല, പൂർണ്ണമായിട്ട് ഇസ്രായേലിനെ കൊടുത്തിട്ടില്ല. പക്ഷെ അതിന്റെ എന്താ പറയാ വെപ്പൺ എടുക്കുന്നതിന്റെ ഒരു കിലോഗ്രാമിനൊക്കെ ഉള്ള ഒരു പരിമിതി ഉണ്ടല്ലോ, അതെല്ലാം കൂട്ടാനും കുറയ്ക്കാനുമുള്ള സോഴ്സ് കോഡുകൾ ഉൾപ്പെടെയുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ കൊടുത്തിട്ടുള്ളത് പോലെ തന്നെ ഇപ്പോൾ ചൈനയും പാകിസ്ഥാനും നെഞ്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോദിയോട് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ സോഴ്സ് കോഡ് ഉൾപ്പെടെ നമുക്ക് തരാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് എവിടെ വേണമെങ്കിലും വെച്ച് പ്രവർത്തിപ്പിക്കാനും ഇതിന്റെ ഒരു എന്താ പറയാ നമുക്ക് മേൽ നിയന്ത്രണം കുറവായിരിക്കും. അപ്പൊ അത്തരത്തിൽ നിയന്ത്രണം കുറവായിട്ട് തന്നെ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് തരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പാകിസ്ഥാന്റെ സ്പോക്സ് പേഴ്സൺ പറഞ്ഞത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടെക്നോളജികൾ ഒന്നും തന്നെ അമേരിക്ക ഇന്ത്യക്ക് കൊടുക്കരുത്, അത് വളരെ ദൂഷ്യഫലം ഉണ്ടാക്കും എന്നുള്ളതാണ്. അത് അവർക്ക് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതെ, 24 മണിക്കൂർ ഇന്ത്യയെ ചൊറിയാനിരിക്കുന്നത് കൊണ്ട് തിരിച്ചടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഈ സോഴ്സ് കോഡ് ഉൾപ്പെടെ ഉള്ളത് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ചൈനയ്ക്കും പാകിസ്ഥാനും ഒക്കെ ഭയം തുടങ്ങിയിട്ടുള്ളത്. കാരണം
ട്രംപ് മോദി ബന്ധം എന്നുള്ളത് നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്നത് പോലെ ചില അവര് ഭയങ്കര അടുത്ത ബന്ധം. ട്രംപ് ആദ്യ പ്രാവശ്യം ഇപ്പൊ ഈ രണ്ടാം പ്രാവശ്യം വരുന്നുണ്ട് തോറ്റ് നിൽക്കുമ്പോഴും, അതായത് ജോ ബൈഡൻ വരുന്ന സമയത്ത് ഇദ്ദേഹം മത്സരിച്ച് തോറ്റതാണ്. അപ്പൊ അന്ന് തോറ്റപ്പോഴും പിന്നെ അദ്ദേഹം നമ്മളെ നരേന്ദ്രമോദി അന്നും പ്രധാനമന്ത്രിയാണല്ലോ, അദ്ദേഹം വിളിച്ച് സംസാരിച്ചിരുന്നത് തന്നെയാ പറയുന്നത്. അവർ വളരെ അടുപ്പം ഉള്ളതാണ്. അതുകൊണ്ടാണ് ട്രംപ് ഇങ്ങോട്ട് പറഞ്ഞത് F-35 നമുക്ക് തരാമെന്ന് പറഞ്ഞത്. അപ്പൊ F-35 അപ്ഗ്രേഡ് ആയിട്ടുള്ള മൂന്നെണ്ണം ഉണ്ട്, ലൈറ്റ്നിങ് ഉൾപ്പെടെ 3 ഉണ്ട്. ആ റേഞ്ചിൽ ഏതാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടി വരും. പിന്നെ ഈ പറയുന്ന സോഴ്സ് കോഡ് ഉൾപ്പെടെയുള്ളതിന്റെ ആ ഒരു സോഴ്സ് കോഡ് കൂടി ഇന്ത്യക്ക് തരേണ്ടി വരും. അല്ലാത്ത പക്ഷം അമേരിക്കക്ക് എന്താണെന്ന് വെച്ചാൽ, അമേരിക്കക്ക് ഇതിന്റെ സോഫ്റ്റ്വെയറും കാര്യങ്ങളും എല്ലാം കയ്യിലുള്ളത് കൊണ്ട് എവിടെ ഇരുന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറയും. അപ്പോ റഷ്യ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം, അമേരിക്കൻ വെപ്പൺസിൽ കില്ലർ സ്വിച്ച് ഉണ്ടാകും എന്ന് പറയും. അതായത് അവരൊരു സംഭവം ഉണ്ടാ തിരിഞ്ഞു കുത്തും, ഇത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിട്ട് വേണം ഈ പ്രതിരോധ രംഗത്തുള്ള ഈ നീക്കം നടത്താനായിട്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഒരു സ്റ്റെൽത്ത് കോട്ടിംഗ് അടിക്കുന്നതിന് 35 ലക്ഷം 45 ലക്ഷം രൂപയാണ് ചെലവ് വരുമെന്നാണ് പറയുന്നത്. പക്ഷെ ആ ചെലവ് വരുമെന്ന് പറയുമ്പോഴും അധിക ചെലവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലെ ഒരാൾ ആക്രമണം നടത്തി അല്ലെങ്കിൽ ഇന്ത്യ ഒരു യുദ്ധമുഖത്തേക്ക് പോവുകയാണ് എങ്കിൽ അവിടെ ആ നാട്ടിൽ പോയി ഒരു ആക്രമണം നടത്തി തിരിച്ചെത്തുന്നത് വരെ ഇത് എന്താണ് സംഭവമെന്ന് നമ്മൾ ആക്രമണം നടത്തിയ നാട് ഏതാണോ അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതെ, ഇന്ത്യയാണ് നടത്തിയത് പറയാൻ പറ്റില്ല. ഒരു ചെറിയ എന്താ പറയാ, നമ്മുടെ ഇതെന്താ പറയാ, ചിത്രശലഭത്തിന്റെ പോലും അല്ലെങ്കിൽ പക്കി എന്നൊക്കെ പറയുന്നത്, അതിന്റെ അത്രയ്ക്ക് ഇതായിരിക്കും, അത്രയും പോലും അതിനേക്കാളും കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അത്രയും സ്റ്റെൽത്ത് കപ്പാസിറ്റി, അതായത് കാണാൻ പറ്റില്ല, റഡാറിൽ പിടിക്കാത്ത, അത്രയും റഡാറിൽ പിടിക്കാത്ത ഒരു സംഭവമാണ്. അപ്പൊ ഒട്ടും നമുക്ക് എന്താ പറയാ ആശങ്ക ഇതിൽ വേണ്ട എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഇപ്പൊ പോയിട്ട് വിജയമായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും തന്ത്രപ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്, അതിൽ ഡീലുകളായിട്ടുണ്ട്. ഇനി അതിന് കൃത്യമായ രീതി, അതായത് ഒരു പ്രോട്ടോകോൾ ഉണ്ടല്ലോ, ആ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നടപ്പാവുക മാത്രമാണ് വേണ്ടത്. അപ്പോ ഈ തരത്തിൽ Su-57നെക്കാളും എന്തുകൊണ്ടും ഞാൻ പറഞ്ഞില്ലേ ചേട്ടാ, മറ്റു 2 യുദ്ധമുഖത്തും റഷ്യൻ വെപ്പൺസ് ഉപയോഗിച്ചപ്പോൾ അത് ദുരന്തമായിരുന്നു. ഫ്രാൻസിൽ നിന്ന് ഒരു ഇടയ്ക്കൊരു വെപ്പൺ വാങ്ങിയിരുന്നു, അത് റഫേൽ. അതും മറ്റൊരു അപ്ഡേറ്റ് ആണ്. റഫേൽ വാങ്ങി ഫ്രാൻസ് 2ാമത്തെ ഇതാണ് ആയുധ വ്യാപാര രംഗത്ത്. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യ കൂടി ഉയരുകയാണ്. കാരണം ഈ ഫ്രാൻസിന്റെ റഫേൽ നമ്മൾ വാങ്ങി, തിരിച്ച് ഇന്ത്യയുടെ പിനാക എന്ന് പറയുന്ന റോക്കറ്റ് ഫ്രാൻസ് വാങ്ങാൻ ഒരുങ്ങുകയാണ്. അപ്പോ ആയുധ വിൽപ്പന രംഗത്തേക്ക് ഇന്ത്യ കൂടി ചുവട് വയ്ക്കുകയാണ് എന്നുള്ളതാണ്. വിപണന രംഗത്ത് ഇന്ത്യ കൂടി മുന്നേറുകയാണ് എന്നുള്ളതാണ്. അപ്പോ ഏതാണ്ട് കഴിഞ്ഞ തവണ കുറച്ച് നാളുകൾക്ക് മുമ്പ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് 50,000 കോടിയിലേറെ രൂപയുടെ പ്രതിരോധ രംഗത്ത് ഉള്ള വളർച്ചയാണ് ലക്ഷ്യമിടുന്നത് ഇന്ത്യ. അപ്പോ അത് തന്നെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്കുള്ള ആയുധങ്ങൾ വാങ്ങുന്നത് കൂടി. കാരണം ഇപ്പോൾ നമ്മൾ പല രാജ്യങ്ങൾ, അതായത് ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യ മുന്നിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോ ഏത് സമയത്ത് എവിടെ നിന്ന് അറ്റാക്ക് വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരുമായിട്ടും ഒരു സൗഹൃദമുണ്ട്. കാരണം ഇപ്പൊ ആരുടെയും മുമ്പിൽ പോയി തലകുമ്പിട്ട് നിൽക്കുകയല്ല, എല്ലാവരും ഇന്ത്യയെ വിളിക്കുകയാണ്, ഇന്ത്യയെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. ഇപ്പോൾ ട്രംപ് പോലും എല്ലാവരും ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് F-35 എന്ന് പറയുന്ന യുദ്ധവിമാനം അമേരിക്ക കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ മോദിയോട് ട്രംപ് പറയുകയാണ്, നിങ്ങൾക്ക് ഞങ്ങൾ F-35 തരുന്നു എന്നുള്ളത്. പക്ഷെ അവിടെ മോദി വെക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതായത് നമ്മൾക്ക് നമ്മുടെ നയങ്ങളുണ്ട്, അതിനപ്പുറം വിട്ട് നമ്മൾ ഒരിക്കലും കളിക്കാറില്ല. അപ്പോൾ ഈ സോഴ്സ് കോഡ് ഉൾപ്പെടെയുള്ള ഇതിന്റെ മറ്റു കിട്ടിയിട്ട് തന്നെയാണ് ഇത് ലഭിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം
ഇപ്പൊ തന്നെ പാകിസ്ഥാൻ ഈ ഒരു സ്പോക്സ് പേഴ്സൺ പറഞ്ഞത് വെച്ചിട്ടും ചൈനയുടെ പല സ്പോക്സ് പേഴ്സൺസ് ഒക്കെ പലതും പറഞ്ഞു വെക്കുന്നുണ്ട് ഇത്തരത്തിൽ തന്നെ ഒരു ഇത് കൊടുക്കരുത് എന്നുള്ളത്. അതായത് ഇസ്രായേലിന് ഇത് കൊടുത്തത് കൊണ്ട് തന്നെ അവരതിലെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതിനെ ആ അപ്ഗ്രേഡ് ചെയ്തത് വെച്ചിട്ടാണ് യുദ്ധമുഖങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ തന്നെ അതെ തീർച്ചയായിട്ടും സംസാരം. അതെ, അപ്പോ എന്തായാലും ഇന്ത്യയുടെ പ്രതിരോധ രംഗം മുന്നേറുന്നത് ശക്തി വർദ്ധിക്കുന്നു. അതെ, എന്തായാലും പലരും പറയുന്നത് പോലെ മോദി ട്രംപിനെ കാണാൻ പോയിട്ട് വെറുതെ വെറും കൈയോടെ അല്ല തിരിച്ചു വരുന്നത്. ചില സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുകയും അതിൽ കയ്യൊപ്പുകളൊക്കെ വെക്കുകയും ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് തിരിച്ച് വരുന്നത്. അതെ.